നാടുവാഴിത്തത്തിന്റെ കൊടും ക്രൂരതയ്ക്കിരയായി മരണം വരിക്കേണ്ടി വന്ന ഒരു ഈഴവ സ്ത്രീയെ പിന്നീട് പ്രേതക്കോല വിധിയിൽ കെട്ടിയാടിയതാണ് തോട്ടുംകര ഭഗവതിയുടെ പുരാവൃത്തമായി വിശ്വസിക്കുന്നത്. ഭർത്താവും മക്കളും മരിച്ചൊഴിഞ്ഞ ദുഃഖത്തിൽ രാമായണ പാരായണം ചെയ്ത് മനഃശാന്തി നേടാൻ ശ്രമിച്ച ഒരമ്മയെ കോലത്ത് നാടുവാഴിയുടെ കാര്യസ്ഥൻ കാണാനിടയായി. ഈ വിവരം കോലത്ത് നാടുവാഴിയുടെ കാതിലുമെത്തി. വാഴുന്നവർ ആളെ വിട്ട് അവരെ തൻ്റെ അടുത്തേക്ക് വരുത്തി. തൻ്റെ ഇംഗിതമറിയിച്ച നാടുവാഴിയോട് തൻ്റെ ഈ ജന്മത്തിലെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചതാണെന്ന് ആ അമ്മ പറഞ്ഞു. തൻ്റെ ദുഃഖം മറക്കാനാണ് രാമായണ പാരായണം നടത്തിയതെന്നും അവർ അറിയിച്ചു. അത്രയ്ക്ക് വലിയ ദുഃഖമുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാൻ നാടുവാഴി കൽപ്പിച്ചു. ഒരു പിടി പച്ചനെല്ലും ഒരു പുതുക്കലവും അവർ ആവശ്യപ്പെട്ടു. പുതുക്കലത്തിൽ പച്ചനെല്ലിട്ട് മാറത്ത് വെച്ച് നെല്ല് മലരാക്കി കാട്ടിയവർ തൻ്റെ ഉള്ളിലെ താപം നാടുവാഴിക്ക് കാട്ടിക്കൊടുത്തു. ക്ഷുഭിതനായ തമ്പുരാൻ, ഇത്രയ്ക്ക് ശക്തിയുള്ള മനക്കരുത്തിന് ഉടമയായ ഇവളെ ഇനി ജീവിക്കാൻ അനുവദിക്കരുതെന്ന് മനസ്സിലുറപ്പിച്ച് അവരെ കൊന്നുകളയാൻ കൽപ്പിച്ചു. ശിക്ഷാമുറയായി ഒറ്റമുണ്ടുടുപ്പിച്ച് അരയിൽ അഗ്നിയും തലയിൽ നെരിപ്പോടും വെച്ച് കെട്ടിക്കൊടുത്തു. കൊട്ടാരത്തിൽ നിന്നും നിലവിളിച്ചു കൊണ്ടോടിയ ആ അമ്മ കാക്കരത്തോട് കടവിലെത്തി. കാക്കരത്തോടിൽ മുങ്ങി അവർ തീയണച്ചു. ഇതിനകം തന്നെ ധരിച്ച വസ്ത്രം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. പിന്നീട് തോട്ടിൻകരയിൽ കണ്ട വെളിച്ചത്തെ ലക്ഷ്യമാക്കി നടന്നു. മുല്ലപ്പള്ളി തറവാടായിരുന്നു അത്. അവിടുത്തെ തറവാട്ടമ്മ ധരിക്കാൻ വസ്ത്രവും കുടിക്കാൻ വെള്ളവും നൽകി. വസ്ത്രം ധരിച്ച് വെള്ളം കുടിച്ചതോടെ ആ സ്ത്രീ തറവാട്ടുമുറ്റത്ത് വീണു മരിച്ചു. ആരാണ് എന്താണെന്നറിയാതെ ആ അമ്മ സ്ത്രീയുടെ മൃതദേഹം ദഹിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആ തറവാട്ടിൽ ശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഒപ്പം തന്നെ കൊട്ടാരത്തിൽ ദുർലക്ഷണങ്ങളും. മരിച്ച സ്ത്രീ പിന്നീട് ദൈവക്കരുവായി കാളി രൂപം പൂണ്ട് തോട്ടിൻകര ഭഗവതി എന്ന പേരിൽ മുല്ലപ്പള്ളി തറവാട്ടിലെ പടിഞ്ഞാറ്റയിൽ സ്ഥാനം നേടി. തുടർന്ന് ഭഗവതി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. 35 പരദേവതമാരിൽ ഒരാളായി കോവിലകത്ത് പീഠവഴക്കവും ചെയ്തു.